ചെന്നിട്ട് ഹരിശങ്കർ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയോട് കാണിച്ചാൽ മിക്കവാറും ഈ വേദിയിൽ ഞാൻ ഇരിക്കേണ്ടി വരത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഷേപ്പിലായിരിക്കും ഇരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള മറ്റേ പുറത്തിറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഹരിശങ്കറിന്റെ കഥാപാത്രം അങ്ങനെ ശരീരത്തിൽ മനസ്സിലൊന്നുമില്ല. അത് നമ്മൾ നമ്മളെ ചെന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യങ്ങളും നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മളെ കഥാപാത്രമായിട്ട് നിർത്തുന്നത്. അതിനുശേഷം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഹരിശങ്കർ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയോട് കാണിച്ചാൽ മിക്കവാറും ഈ വേദിയിൽ ഞാൻ ഇരിക്കേണ്ടി വരത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഷേപ്പിലായിരിക്കും ഇരിക്കുക. പക്ഷെ ഓരോ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ചാലഞ്ച് ക്രിയേറ്റേഴ്സ് നമുക്ക് ഇട്ട് തരുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ അവസരങ്ങൾ ലഭിക്കുന്നത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് മാത്രമല്ല ഏതൊരു അഭിനേതാവിനും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അഭിനേതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. പിന്നെ എന്തായിരുന്നു അതിനോട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, ആഗ്രഹമുണ്ട്, ഇല്ലാതില്ല. പക്ഷെ അതിനുമുമ്പ് ഈ പറയുന്ന പോലെ ഇത് നമുക്ക് റെസ്പോൺസ് കിട്ടുന്ന അനുസരിച്ചുള്ള രീതിയിൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരണം എന്നുള്ളത് കൂടെ അറിയിക്കുകയാണ്. കാരണം ഒരു സോഷ്യൽ മെസ്സേജും കൂടെ ഉണ്ട്. അത് പക്ഷെ കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പം ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ജഗദീഷ് ചേട്ടനെ പറ്റി പറയുന്ന പോലെ ജഗദീഷ് ചേട്ടനെ നമ്മളറിയാം ഈ കുറച്ച് നാളുകളായിട്ട് വേറൊരു വേർഷൻ ഓഫ് ജഗദീഷ് ചേട്ടൻ, ഒരു റീഇൻവെന്റഡ് ജഗദീഷ് എന്നൊരു ആക്ടറിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജഗദീഷ് ചേട്ടൻ്റെ ഒരു വളരെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇത് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിൽ കുറേയധികം കഥാപാത്രങ്ങൾ, വളരെ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമകളുമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇതുവരെ അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങനത്തെ രീതിയിൽ ഒരു ഫ്രെയിമിൽ വന്ന് അഭിനയിക്കാത്ത രീതിയിലുള്ള സീക്വൻസുകളും ഡയലോഗുകളും ഒക്കെയാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആക്ടറിന്റെ എവല്യൂഷന്റെ ഭാഗമായിട്ടും ആ പ്രോസസ്സിൽ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയുന്നൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രിയാമണി ഒരുപാട് നാളുകൾക്ക് ശേഷം വേറൊരു ശക്തമായ കഥാപാത്രമായിട്ട് ഗീത എന്നൊരു കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു വീട്ടമ്മമാരുടെ ഒരു വൺ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. മാറി വരുന്ന സ്ത്രീകളുടെ ഒരു ചിന്താഗതിയും, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നു, ബോൾഡ് ആകുന്നു, ഇമോഷണലി ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെക്കാളും, അതായത് ഭർത്താവിനേക്കാളും ചിലപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസും അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അതൊരു നല്ലൊരു ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ 2016 ആനന്ദത്തിലൂടെ വന്നു. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെ എത്തി നിൽക്കുമ്പോൾ ഒരു വിധത്തിലുള്ള എല്ലാ ക്യാരക്ടർ ഷെയ്ഡ്സും ചെയ്യാൻ സാധിച്ചു. അതുപോലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ഇപ്പോൾ ചെയ്തു. ഡാർക്ക് ഷെയ്ഡാണ് ഇപ്പോൾ കുറച്ചധികമായിട്ട് വരുന്നത്. അപ്പൊ ഇനി മാറി വേറൊരു വെറൈറ്റി, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു തരത്തിലുള്ള കഥാപാത്രം ചെയ്യണമെന്നാണെങ്കിൽ എന്തായിരിക്കും? അറിയില്ല. ഈ ഒരു ജേർണി ഉണ്ടല്ലോ, ഈ ഒരു പറഞ്ഞ ഈ ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ, ഡാർക്കല്ല എന്നാൽ ട്രഡീഷണലി ഗുഡ് ഗൈസ് അല്ലെങ്കിൽ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ലാത്ത വില്ലന്മാരുണ്ട്. ഈ ഒരു ബ്രാൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഇപ്പം നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റോൾസ് കുറച്ചൊക്കെ അങ്ങനെയാണ്. ആ ഒരു ജേർണി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനി ഇത് മാത്രം ചെയ്യുന്നില്ല, പക്ഷേ ഇപ്പോൾ ഈ പോകുന്ന രീതിയിൽ പോട്ടെ എന്നാണ് എൻ്റെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഫണ്ണുണ്ട് അതിൽ. നമ്മുടെ ഉള്ളിലുള്ള മറ്റേ പുറത്തിറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചിത്രത്തിൽ കാണാറുണ്ട്. താങ്ക് യു.